ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നതാണ് ഇംഗ്ലീഷ് ലിറ്ററസി. അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ടെൻസ്. ഓക്കെ, കാലഘട്ടം എന്ന് മലയാളത്തിൽ പറയും. ഈ ടെൻസ് 3 തരത്തിലാണ് ഉള്ളത്. നമ്മളന്ന് ചെറിയ ഒരു ആമുഖ ഭാഗത്തായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെൻസ് 3 തരത്തിലുണ്ട്: പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, അതിലിപ്പോ പാസ്റ്റ് ടെൻസ് ആൻഡ് പ്രസന്റ് ടെൻസ് കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ കണ്ടതാണ്. ഇനി എടുക്കാൻ പോകുന്നതാണ് ഫ്യൂച്ചർ ടെൻസ്. ടെൻസസ് okay. Past tense, present tense, and third one future tense. Past tense, present tense, ini discuss cheyunnathu. Now is for future tense. Okay, future tense. എന്താണ് ഫ്യൂച്ചർ ടെൻസ്? വാട്ട് ഈസ് മീൻ ബൈ ഫ്യൂച്ചർ? അല്ലെ, നമുക്ക് ചില ആളുകളുടെ നിലവിലുള്ള അവസ്ഥ എന്ന് പറയാം, നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട് അല്ലെ. ചില പഠന വിഷയങ്ങളിലൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട്. ഈ ഭാവി ഇനി വരാൻ, ഇവിടെ അങ്ങോട്ട് വരാനിരിക്കുന്ന ഓരോ നിമിഷങ്ങൾക്കാണ് എന്താ പറയാ ഭാവി എന്ന് പറയാം. ഭാവി കാലം. ഇവിടുന്ന് അങ്ങോട്ട് വരാനിരിക്കുന്ന ഓരോ നിമിഷങ്ങൾക്കും നമുക്ക് ഭാവി കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും കൊറോണ ഡിസീസ് അല്ലെ. ഇപ്പൊ ഒരു മഹാമാരിയാണ്, നിലവിലെ അവസ്ഥയിലാണ് നമ്മൾ അല്ലെ. പിന്നെ പ്രതിസന്ധി ഘട്ടത്തിലാണ് കൊറോണയുടെ. കൂടുതൽ ആളുകൾക്ക് കൊറോണ പിടികിട്ടാൻ നമുക്ക് പറയാൻ പറ്റും മരണത്തിലേക്ക് വഴി വെച്ചേക്കാം. അപ്പൊ കൊറോണയുടെ വ്യാപനം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് പറയാൻ പറ്റും നമുക്ക് മരണസംഖ്യ കൂടുകയോ കുറയോ ഉണ്ട്. അപ്പൊ ഭാവിയാണ്. ഭാവി എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഇപ്പൊ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു തരത്തിലുള്ള നമുക്ക് എസ്റ്റിമേഷൻ, നമുക്കൊരു നിഗമനത്തിലെത്താം, ഇങ്ങനെ വന്നേക്കാം. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് സംഭവിക്കാറുണ്ട്. ഇവിടെ അങ്ങോട്ട് വരാതിരിക്കുന്ന ഓരോ നിമിഷങ്ങളെയാണ് ഭാവി കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ച് ഉദാഹരണം അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ച് ഉദാഹരണം. ആ ഫുട്ബോൾ മാച്ചിൽ ഓരോ പ്ലേയേഴ്സും നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ മാച്ച് വിൻ ചെയ്യും. അതെങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, പ്രവചിക്കാം? അതായത് നിലവിലെ ഓരോ പ്ലേയേഴ്സിന്റെയും പെർഫോമൻസ് ആണ്. ഇപ്പൊ ഫുട്ബോളിൽ പറയുകയാണെങ്കിൽ ആ പിന്നെ ഫോർവേഡ് പ്ലേയേഴ്സ് എത്ര നന്നായിട്ട് കളിച്ചു, വിങ്ങിന് എത്ര പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, ഡിഫൻസ് എത്രത്തോളം നന്നായിട്ട് കളിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഗോൾ കീപ്പർ സേവ് ഓക്കെ ആണോ, ഡിഫൻസീവ് പവർ ഉണ്ടോ, ഈ ഒരു പെർഫോമൻസിനനുസരിച്ച് ആ കളിയുടെ ഉടനീളമുള്ള പെർഫോമൻസിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും മാച്ച് വിൻ ചെയ്തേക്കാം അല്ലെങ്കിൽ ലോസ് ആയേക്കാം. ഈ ഒരു അവസ്ഥയാണ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ടെൻസ് പ്രധാനമായിട്ടും 4 തരത്തിലാണ് സബ് പോയിന്റ് വരുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. 4 സബ് പോയിന്റുകളാണ് ഫ്യൂച്ചർ ടെൻസിന്റെ ഭാവി കാലഘട്ടം. സിമ്പിൾ ഫ്യൂച്ചർ, അതായത് ലളിതമായിട്ടുള്ള ഒരു പ്രയോഗമാണ് സിമ്പിൾ ഫ്യൂച്ചർ. അതിനുള്ള ക്രമമുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ അതിന്റെ ഫോം വരുന്നത് വിൽ ഓർ ഷോൾ പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ്. V1 ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നാളെ കളിക്കും. ഓക്കെ, ഐ വിൽ പ്ലേ ഫുട്ബോൾ ഓർ ക്രിക്കറ്റ് ടുമോറോ എന്നിന്നത്തെ, അല്ലെങ്കിൽ പറയാൻ പറ്റും ഇപ്പൊ ഇന്ന് മോർണിംഗ് ടൈം ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകിട്ട് അല്ലെങ്കിൽ രാത്രി കാലഘട്ടം, ഇതൊക്കെ വരാനിരിക്കുന്നതാണ്. ഇപ്പൊ മോർണിംഗ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉച്ച വന്നിട്ടില്ല, ഇനി വരാനിരിക്കുന്നതാണ്. 10 മണി 11 കഴിഞ്ഞു, 12 മണി ആവുമ്പോൾ പറയാൻ പറ്റും ആഫ്റ്റർനൂൺ ആയി. അതേപോലെ 12 മണി കഴിഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ട് 1 മണി 1 മണി 2 മണി 3 കഴിഞ്ഞ 4 ഈവനിങ് ആയി. അങ്ങനെ വരാനിരിക്കുന്ന ഓരോ നിമിഷത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ സിമ്പിൾ ഫ്യൂച്ചർ. അതിന്റെ സ്ട്രക്ചർ ഇതാണ്: വിൽ അല്ലെങ്കിൽ ഷോൾ പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ്. ദാറ്റ് ഈസ് സിമ്പിൾ സ്ട്രക്ചർ. അതിന്റെ ഘടന എങ്ങനെയാണ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഘടനയാണ്. ഇനി അതേപോലെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഓരോന്നും സെപ്പറേറ്റ് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. അതിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് പറയുന്നത് വിൽ ബി ഓർ ഷാൾ ബി പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് വെർബ് പ്ലസ് ing. V1 plus ing.
ഐ വിൽ ബി പ്ലേയിങ്, അതായത് ഞാൻ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാവി കാലഘട്ടത്തെ സൂചിപ്പിക്കാനാണ്, തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഭാവി കാലഘട്ടത്തെ സൂചിപ്പിക്കാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗപ്പെടുത്തുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട്, ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് നാളത്തെ എക്സാമിന് വേണ്ടി. ഐ വിൽ ബി സ്റ്റഡിയിങ് മൈ ടെക്സ്റ്റ് ബുക്ക് ഓർ മൈ സിലബസ് ഫോർ അപ്കമിങ് എക്സാമിനേഷൻ. വരാനിരിക്കുന്ന നാളത്തെ പരീക്ഷയ്ക്ക് മുന്നോടിയായിക്കൊണ്ട് തന്നെ ഇന്ന് അതിന്റെ പ്രാരംഭഘട്ടമായിട്ടുള്ള പ്രിപ്പറേഷനിലാണ്, അതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലാണ്. തയ്യാറെടുത്തുകൊണ്ടേ ഇരിക്കുന്നു. നാളത്തെ എക്സാം ആണ്, ഇന്ന് ഒരു നിമിഷം കൊണ്ട് തീരുന്നില്ല അല്ലെ. നമുക്ക് ആലോചിച്ചാൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാല് നാളെ പരീക്ഷ ഉണ്ടെങ്കിൽ ഇന്ന് എന്താണ് പഠിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. ഈവനിങ് വരെ, നൈറ്റ് വരെ പഠിച്ചുകൊണ്ടേയിരിക്കും. മോർണിംഗ് തുടങ്ങിയിട്ടുണ്ട്, രാവിലെ തുടങ്ങി പ്രിപ്പറേഷൻ, ഈ ഉച്ചക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, വൈകുന്നേരം അത് ഫിനിഷിംഗ് ആയിക്കൊണ്ടേയിരിക്കുന്നു. വൈകുന്നേരം ഈവനിങ് അതിന്റെ അന്ത്യകാലഘട്ടം വരിക അത് വൈകുന്നേരം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഐ വിൽ ബി ഓർ ഐ ഷാൾ ബി സ്റ്റഡിയിങ്. സ്റ്റഡിയിങ് ING ഫോം വരുന്നത് ശ്രദ്ധിക്കേണ്ടത്, ING ഫോം വരും. ഇനി നമ്മുടെ തേർഡ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് സബ് പോയിന്റ് വരുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. അതായത് ഈ പെർഫെക്റ്റ് ടെൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് പ്രസന്റ് ടെൻസിലായാലും പാസ്റ്റ് ടെൻസിലായാലും ഷുവർട്ടി കൈകൊള്ളണം. ഷുവർട്ടി, ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷുവർട്ടി, ആ ഒരു ഫാക്ട് മറ്റുള്ളവർക്ക് മുന്നിൽ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. അല്ലെ, പെർഫെക്റ്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റും, എല്ലാം കൊണ്ടും തികഞ്ഞത് എന്നുള്ള ആ ഒരു അർത്ഥമാണ് പെർഫെക്റ്റ് എന്നുള്ളത്. ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ കളിക്കും, ഞാൻ അങ്ങനെ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയാൻ പറ്റും, ചില ആൾക്കാർ ഈ ചാലഞ്ച് ചെയ്യും. ചാലഞ്ച്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് നിത്യോപയോഗം ചെയ്തിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പിന്നെ ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കോളേജ് ക്യാമ്പസ്. അപ്പൊ ആ കോളേജ് ക്യാമ്പസിൽ വരുന്ന കുട്ടികളുണ്ടാവും അല്ലെ. അപ്പൊ അതിൽ പിന്നെ ഒരു ബാച്ചിൽ ഒരു കുട്ടി പറയാണ്, നീ ആ കുട്ടിയെ പോയി പ്രപ്പോസ് ചെയ്യും. അപ്പൊ ചിലർക്ക് ചാലഞ്ച് അങ്ങനെ പറയുമ്പോ ആ കുട്ടിയെ പരിചയമുള്ള, ഈ പെൺകുട്ടിയെ പരിചയമുള്ള ഒരു ആൺകുട്ടിയാണെങ്കിൽ പറയും, ഞാൻ അങ്ങനെ ചെയ്തിരിക്കും, എനിക്കങ്ങനെ ചെയ്യാനുള്ള ശേഷിയുണ്ട്. ആ ശേഷിയുണ്ടെന്നത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചിലപ്പോൾ ഉള്ള ശേഷിയായിരിക്കും, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പിന്നെ ഒരു കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ പയ്യൻ പറയണം, ഞാൻ തീർച്ചയായിട്ടും അവളെ പ്രപ്പോസ് ചെയ്യും, ഐ വിൽ പ്രപ്പോസ് ഹർ. അപ്പൊ ഇങ്ങനത്തെ ഉദാഹരണങ്ങൾക്ക് മുന്നിലും ഐ വിൽ പ്രപ്പോസ് ഹർ, അതിനോടൊപ്പം തന്നെ ഐ വിൽ ഹാവ് ഡൺ ഇറ്റ്. അതുപോലെ ചിലർക്ക് ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യുമോ, ചെയ്തിട്ടുണ്ടാവുമോ? അപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ കഴിയും, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങനെ ചെയ്യുക തന്നെ ഉള്ളൂ എന്നുള്ളത് പ്രൂവ് ചെയ്യാണ് ഹാവ് ടെൻസ് ഉപയോഗപ്പെടുത്തും. ഐ വിൽ ഹാവ് പ്രേഡ്. ഇത് വേറെ ഉദാഹരണമാണ് നമ്മുടെ പ്രാർത്ഥന. ചില ആളുകൾ ഈശ്വരവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ പറയും, ഐ വിൽ ഹാവ് പ്രേഡ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ പ്രേ ചെയ്തിട്ടുണ്ട്, ഓക്കെ, നമസ്കരിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഐ വിൽ ഹാവ് പ്രേഡ്, PRAYED, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ഒരു ഷുവർട്ടി പിന്നെ മറ്റുള്ളവർക്ക് പ്രൂവ് ചെയ്യാൻ, തെളിയിക്കാൻ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, ഇനി നാലാമത്തെ അതിന്റെ രൂപമാണ് ഫ്യൂച്ചർ ടെൻസിന്റെ രൂപമാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. രാവിലെ തുടങ്ങി ഇപ്പോഴും ഫിനിഷ് ചെയ്തിട്ടില്ല, വൈകുന്നേരം ഉണ്ട്, ചിലപ്പോൾ നാളെ വരെ നീണ്ടേക്കാം. ഐ വിൽ ഹാവ് ബി ഡൂയിങ്, അവിടെ ING ഫോം വരുന്നത്. ഇവിടെ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ വരുന്നത് ഫോം will have plus V3 form, will have plus V3 form. ഇവിടെ വരെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ will have been plus ING, will or shall have been plus ING. ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ അവസാന ഭാഗം ING ആണ്. അതേപോലെ തന്നെ ഫ്യൂച്ചർ ഇതിലും കണ്ടിന്യൂസ് ടെൻസ് വരുന്നുണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും അവസാനം എന്ന് വരുന്നുണ്ട് ING. അതിന്റെ സ്ട്രക്ചർ വരുന്ന ഒരു കൂടി ശ്രദ്ധിക്കണം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ will or shall have been, ഓക്കെ, പ്ലസ് ING. പിന്നെ ഹാവ് ഉപയോഗിക്കുക സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിലും, അതായത് ഞാൻ ഐ ഹാവ് ബീൻ, ദേ ഹാവ് ബീൻ. ഇനി അവൾ അല്ലെങ്കിൽ അവൻ പോലുള്ള ഏകവചനങ്ങൾക്ക് മുന്നിൽ ഹാസ് ആണ് ഉപയോഗിക്കുക, ഹാസ്, ഓക്കെ, HAS. ഇതാണ് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് ആമുഖം. ഇനി ശ്രദ്ധിക്കാം, ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ. സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ പറഞ്ഞു, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നു അല്ലെ. ഐ ഷാൾ റൈറ്റ് എ ലെറ്റർ ഓർ ഐ ഷാൾ ബീറ്റ് ഹിം, ഞാൻ അവനെ അടിക്കും, കാരണം അവൻ ഇന്നലെ ഉപദ്രവിച്ചു, അതുകൊണ്ട് ഞാൻ അവനെ അടിക്കും. ടുമോറോ വിൽ റെയിൻ അല്ലെ, ഇന്നത്തെ
കാർമേഘം ക്ലൗഡി സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇന്ന് രാത്രി മഴ പെയ്തേക്കാം അല്ലെ, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റിലൊക്കെയാണ് നല്ല ക്ലൗഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളെയും നല്ല മഴ പെയ്തേക്കാം, തണ്ടർ ഇടിമിന്നൽ ഉണ്ടായേക്കാം. അപ്പൊ നിലവിലെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് നാളെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് അല്ലെ, നമുക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞു, കൊറോണയുടെ ഇഷ്യൂ പറഞ്ഞു, അതേപോലെ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ ഒരു കായിക മേഖലയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിനോദത്തിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റില്ല കോമ്പറ്റീഷൻ മത്സരത്തിൽ. അതേപോലെ തന്നെ ഇന്നത്തെ ആധുനിക യുഗത്തിലെ നിലവിലുള്ള പ്രകടനം കണ്ടിട്ട് പറയാൻ പറ്റും നാളെ എങ്ങനെ സംഭവിക്കാം. അങ്ങനെയാണ് സിമ്പിൾ ഫ്യൂച്ചർ ഘടന. ഏതാണ് ശ്രദ്ധിക്കണം, സിമ്പിൾ ഫ്യൂച്ചർ ഘടന. സബ്ജക്റ്റ്, ഒരു സബ്ജക്ട് ഉണ്ടാവും. സബ്ജക്ട് ചിലപ്പോൾ ഞാനാവാം, അവനാവാം, അവരാവാം. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ്. ആ വെർബിന്റെ V1 ഫോം. V1 ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സിമ്പിൾ ആയിട്ടുള്ള വെർബ് ഇറ്റ്സെൽഫ്, പ്ലേ. സിമ്പിൾ പ്രസന്റിൽ വരുന്ന വെർബിന്റെ ഫോമാണ് V1 ഫോം. ഓക്കേ, ശ്രദ്ധിക്കണം. വിൽ ഓർ ഷാൾ പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ്. അതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ഘടന. ഒരിക്കൽ കൂടി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ഘടന സബ്ജക്റ്റ് പ്ലസ് will or shall plus V1 form of the verb. ഉദാഹരണം I will write, it will rain, അങ്ങനെ പറയുന്ന ഉദാഹരണം. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ ഘടന ഇങ്ങനെയാണ്: സബ്ജക്റ്റ് പ്ലസ് will or shall plus be plus verb plus ing form. be പ്ലസ് be എന്ന രൂപം കൂടി വരുന്നുണ്ട്. സബ്ജക്റ്റ് പ്ലസ് will or shall plus be plus ing form. V1 plus ing form. It will be raining. Okay, it will be playing. അങ്ങനത്തെ ഉദാഹരണങ്ങൾക്ക് മുന്നിൽ ഇതിന്റെ ഒരു വകഭേദം ഉപയോഗിക്കുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്ന രീതി എന്താണ്? ഭാവി തുടർന്നുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനിച്ചിട്ടില്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന, തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുന്നിലാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗപ്പെടുത്തുന്നത്. At this time tomorrow I shall be watching the film. ഒരു മൂവി അല്ലെങ്കിൽ സിനിമ കാണാനുള്ള ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യണം? ആ സിനിമ വാച്ച് ചെയ്യാനുള്ളതിന് വേണ്ടിയിട്ട് നാളത്തെ ദിവസം മാറ്റി വെച്ചു. ലീവൊക്കെ എടുത്ത് ചില ആളുകൾ മാറ്റി വെക്കും അല്ലെ, കുടുംബത്തോടൊപ്പം സിനിമ കാണാനുള്ള ഉദ്ദേശത്തോട്. അപ്പൊ നാളെ ഞാൻ ഈ സമയത്ത് ഒരു സിനിമ നിങ്ങൾക്ക് അറിയാൻ പറ്റും 1-2 മണിക്കൂർ ഇരുന്ന് കൊണ്ട് കാണേണ്ട സ്ഥലം അല്ലെ. മൂവി എന്ന് പറയുമ്പോ 1-2 മണിക്കൂർ ചെലവഴിച്ചവർ, അതായത് 10 മണിക്ക് മൂവി വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറ്റ്നി ഷോ നിങ്ങൾക്ക് അറിയാൻ പറ്റും 2-3 മണിക്ക് മാറ്റ്നി ഷോക്ക് കയറിയിട്ട് 4-4:30 വരെ ആയിട്ടും ഞാൻ ആ മൂവി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞു, അറ്റ് ദിസ് ടൈം, നാളെ, ടുമോറോ ഐ ഷാൾ ബി വാച്ചിങ് എ മൂവി. ഒരു പുതിയ ഒരു റിലീസ്ഡ് മൂവി ഉണ്ടെങ്കിൽ ആ മൂവി ഞാൻ 2 മണിക്ക് നീ ഈ സമയത്ത് നോക്കി കഴിഞ്ഞാൽ 2 മണി മുതൽ അല്ലെങ്കിൽ 2:30 മുതൽ 4 മണി വരെ ഞാൻ ഈ സമയം നാളെ മൂവി വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്നതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് പറയുന്നത് എന്താണ്? അതിന്റെ ഘടന സബ്ജക്റ്റ് പ്ലസ് will or shall plus have or has. ഞാൻ പറഞ്ഞു സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കും. സബ്ജക്ട് പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലാണ് ബഹുവചനം. ബഹുവചനത്തിന്റെ ഇംഗ്ലീഷാണ് പ്ലൂറൽ. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ പിന്നെ എന്തോ ഉപയോഗിക്കാം? ഹാസ് ആണ് ഉപയോഗിക്കാം. അപ്പോ I will have played.